പത്തനംതിട്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിലും വിജയിച്ചു കയറി. പത്തനംതിട്ടയിൽ UDF തകർന്ന് തരിപ്പണമായി മാറി. ഇക്കുറി പത്തനംതിട്ട സർവേകൾ മാറി മാറി വരുന്നു. ഏറ്റവും അവസാനത്തെ പൊളിറ്റിക്സ് കേരളയുടെ സർവേയാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്ത് വിടുന്നത്. പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ: ആറന്മുള, റാന്നി, കോന്നി, തിരുവല്ല, അടൂർ. ആറന്മുള, റാന്നി, കോന്നി, തിരുവല്ല, അടൂർ എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങൾ. ആറന്മുളയിൽ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് വീണ ജോർജാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അബിൻ വർക്കിയാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ആറന്മുളയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ വീണ ജോർജ് ജയിച്ചു കയറാൻ പ്രയാസമാണ്. വീണ ജോർജിന് അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ തന്നെ എതിരുണ്ട്. മാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ പല വിവാദങ്ങളിലും വീണ ജോർജ് പെട്ടതും അവർക്ക് വിനയായി മാറി. അതുകൊണ്ട് പത്തനംതിട്ടയിൽ അബിൻ വർക്കി വിജയിച്ചു കയറും. റാന്നിയിൽ കേരള കോൺഗ്രസ് എമ്മിലെ പ്രമുഖ നേതാവ് പ്രമോദ് നാരായണനാണ് നിലവിലെ LDF MLA. അവിടെ ഇത്തവണ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് പഴകുളം മധുവാണ് മത്സരിക്കുന്നത്. പഴകുളം മധു തലമുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നതിൽ ഉപരി KC വേണുഗോപാലിൻ്റെ നോമിനി കൂടിയാണ്. റാന്നിയിൽ ഇത്തവണ പ്രമോദ് നാരായണന് ജയിച്ചു കയറാൻ പ്രയാസമാണ് എന്നാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിയുന്നത്. റാന്നി UDF പിടിച്ചെടുക്കും. റാന്നി UDF പിടിച്ചെടുക്കുന്നത് LDFന് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ തവണ ടൈറ്റ് ഫൈറ്റിലാണ് പ്രമോദ് നാരായണൻ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത്. റാന്നി ഏറെക്കാലം ഇപ്പോഴത്തെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിൻ്റെ മണ്ഡലമായിരുന്നു. ഇപ്പോൾ റാന്നിയിൽ രാജു എബ്രഹാം മത്സരിക്കുന്നില്ല. പകരം കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകി പ്രമോദ് നാരായണൻ മത്സരിക്കുന്നു. പക്ഷേ പ്രമോദ് നാരായണന് അവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. പഴകുളം മധു ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. ഇനി കോന്നി. ഒരു കാലത്ത് അടൂർ പ്രകാശിൻ്റെ സ്വന്തം തട്ടകമായിരുന്നു കോന്നി. അടൂർ പ്രകാശ് കൈവെള്ളയിൽ വെച്ച് നടന്ന കോന്നി എന്ന് വേണമെങ്കിൽ പറയാം. അടൂർ പ്രകാശ് മാറിയ ശേഷം അവിടെ KU ജനീഷ് കുമാറാണ് ജയിക്കുന്നത്. ഇത്തവണ ജനീഷ് കുമാറിന് എതിരായി നിൽക്കുന്നത് സതീഷ് കൊച്ചുപറമ്പിലാണ്. DCC അധ്യക്ഷൻ, പത്തനംതിട്ട DCC അധ്യക്ഷനാണ് സതീഷ് കൊച്ചുപറമ്പിൽ. അവിടെ KU ജനീഷ് കുമാർ വീണ്ടും വിജയിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി തിരുവല്ലയാണ്. അവിടെ ത്രികോണ മത്സരമാണ്. മാത്യു ടി തോമസ് ജനതാദളിന് വേണ്ടിയും അഡ്വക്കേറ്റ് വർഗീസ് മാമൻ UDFന് വേണ്ടിയും ആന്റണിയുടെ മകൻ അനൂപ് ആന്റണി BJPക്ക് വേണ്ടിയും മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവല്ലയിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതകൾ ഉണ്ട്. എന്നാലും തിരുവല്ല LDFനോടൊപ്പം നിൽക്കും. കാരണം മാത്യു ടി തോമസ് ജനകീയനാണ്, ലാളിത്യമാർന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹത്തിനെ പറ്റി ഒരു വിവാദവും, മന്ത്രിയായപ്പോൾ പോലും ഒരു വിവാദവും അദ്ദേഹത്തെ പറ്റി ഉണ്ടായിട്ടില്ല. തികഞ്ഞ സോഷ്യലിസ്റ്റാണ് മാത്യു ടി തോമസ്. അതുകൊണ്ട് മാത്യു ടി തോമസ് അവിടെ നിന്ന് ജയിച്ചു കയറും. ഇനി അടൂരാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിൻ്റെ മണ്ഡലമാണ് അടൂർ. ഇത്തവണ ചിറ്റയം ഗോപകുമാറിനെ മാറ്റി പ്രജി കണ്ണനെയാണ് CPI സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. വനിതാ സ്ഥാനാർത്ഥി പ്രജി കണ്ണൻ. UDF സ്ഥാനാർത്ഥി V ശാന്തകുമാറാണ്. മറ്റൊന്ന് പന്തളം പ്രതാപനാണ് BJP സ്ഥാനാർത്ഥി. അവിടെയും ഒരു ത്രികോണ മത്സരത്തിൻ്റെ ചൂടുണ്ട്. പക്ഷേ അവിടെ CPIയുടെ ഉറച്ച കോട്ടയായി തന്നെ നിൽക്കും. ചിറ്റയം ഗോപകുമാർ ഇപ്പോൾ അല്പം നീരസത്തിലാണ്. തനിക്ക് സീറ്റ് നൽകാത്തത്. ആ നീരസമൊക്കെ ചിറ്റയം ഗോപകുമാർ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയാൻ പോകുന്നത്. അവിടെ പ്രജി കണ്ണൻ
വിജയിക്കും. ചിറ്റയം ഗോപകുമാർ കഴിഞ്ഞ തവണ ടൈറ്റ് ഫൈറ്റിൽ വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണ അവിടെ പ്രജി കണ്ണനാണ് CPI സ്ഥാനാർത്ഥി. പുതിയ സ്ഥാനാർത്ഥിയെ ഇട്ടിരിക്കുകയാണ് CPI. പ്രജി കണ്ണൻ അവിടെ നിന്ന് വിജയിക്കും. അങ്ങനെ വരുമ്പോൾ LDF മൂന്നിടത്ത് വിജയിക്കും. പത്തനംതിട്ടയിൽ കോന്നി, തിരുവല്ല, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ LDF വിജയിക്കും. UDF 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കും. അത് ആറന്മുളയും റാന്നിയുമാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ആറന്മുള വീണ ജോർജിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലമാണ്. അവിടെ അബിൻ ബർത്തി ജയിച്ചു കയറും. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ക്ലീൻ ഒരു തൂത്തുവാരൽ LDF പത്തനംതിട്ടയിൽ സാധ്യമല്ല. അത് നടക്കുന്ന കാര്യവുമല്ല.